ഹലോ എവരി വൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ നമ്മളുടെ RRB അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB JEE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിയേണ്ടത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, RRB JEEൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് പറയുന്നത് 14 ഓഗസ്റ്റ് 2026 അല്ലേ. ഓഗസ്റ്റ് 14 അല്ലെ, ഓഗസ്റ്റ് 14 ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഇനി ക്ലോസിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 അല്ലെ. ഓൾമോസ്റ്റ് ഒരു മാസം അല്ലെ, ഒരു മാസത്തോളം ഉണ്ടല്ലേ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമേ തന്നെ ഒരു നമ്മുടെ ഈ ലാസ്റ്റ് ഡേറ്റിനോട് അടുക്കുന്നതോറും സൈറ്റ് റഷാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കഴിയുന്നതും ഒരു 2-3 ദിവസത്തിന് ശേഷം, അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഓപ്പൺ ആവുന്നത്, ഇന്നിപ്പോൾ ഓഗസ്റ്റ് 14 അല്ലേ, അപ്പം ഇന്ന് തൊട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നോ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ഫോർ ദി സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡിലേസ് വരികയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പം എന്തെങ്കിലും ബാങ്കിൻ്റെ ഇഷ്യൂ ഉണ്ടോ എങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15 സെപ്റ്റംബർ ആണ്. ഓക്കെ, 2 ഡേയ്സ് എക്സ്റ്റെൻഡ് ആവാറുണ്ട്. ഓക്കെ, ഇനി മോഡിഫിക്കേഷൻസ് വരാറുണ്ട്, കറക്ഷൻ വിൻഡോ വരാറുണ്ട്. കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 25 വരെയാണ് ഇത് വരുന്നത്, ഈ പറയുന്ന പോലെ കറക്ഷൻ വിൻഡോസ് വരുന്നത് എന്നുള്ള കാര്യം അറിയണം. ഇത്രയും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം, മറന്നു പോരുത്. കട്ട് ഓഫ് ഡേറ്റ് മറന്നു പോരുത്, സെപ്റ്റംബർ 13 ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. ഇനി എന്താണ് പോസ്റ്റ് എന്നുള്ള കാര്യം ഓൾറെഡി അറിയാമല്ലോ. ജൂനിയർ എഞ്ചിനീയർ ആൻഡ് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡൻറ്റ് അല്ലേ. ഇനി പേ ലെവൽ നോക്കുകയാണെങ്കിൽ 7th പേ കമ്മീഷനാണ് അല്ലേ, ലെവൽ 6 ആണ് അല്ലേ. അപ്പോൾ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത്, ഇനിഷ്യൽ പേ പറയുന്നത് 35,400 അല്ലേ, അത് കൂടുതലുണ്ടാവും. ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 ആണ്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്, അത് നോട്ടിഫിക്കേഷൻ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്, അനക്സ് റെയിൽ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് അല്ലേ, എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട കൺസേൺ ഏജ് ലിമിറ്റിൻ്റെ കാര്യമാണല്ലോ. അവിടെ ഏജ് ലിമിറ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 18 വയസ്സ് മുതൽ 33 ഇയേഴ്സ് വരെയാണ് അല്ലേ. ഇതാണ് ഏജ് കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ വേക്കൻസീസ് അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസീസ് തന്നെയുണ്ട്. 3,993 അല്ലേ, 3,993 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, മിസ് ഔട്ട് ആക്കരുത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിരിക്കണം. ഇനി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏജ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 18 to 33 ആണ് പറഞ്ഞത് അല്ലേ. ഇത് ഓൾ കമ്മ്യൂണിറ്റീസിലാണെങ്കിൽ എന്താണ് ഇവിടെ കട്ട് ഓഫ് ഡേറ്റ് പറയുന്നുണ്ട്, അത് നോക്കുക. ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്, അതായത് ഈ പറയുന്ന അൺറിസർവ്ഡിനും OBCക്കും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും അല്ലേ. ഇവിടെ അൺറിസർവ്ഡിനാണെങ്കിൽ എന്താണ് 1994 ആണ് വരുന്നത്. ഇവർക്ക് കുറച്ചുകൂടി ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്, 1991 അല്ലെങ്കിൽ ആ ഒരു വർഷത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ആണെങ്കിൽ ഒരു കട്ട് ഓഫ് ഇയർ ആയിട്ട് വരുന്നത് 1989 ആണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണേ. വിച്ച് മീൻസ് എന്താണ്, ഏജ് റിലാക്സേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചോണം. ഇനി ഇവിടെ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ ഒരു ഏജ് റിലാക്സേഷൻസ്. പിന്നെ അതേപോലെ തന്നെ OBC അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സ് അല്ലേ, നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന 3 ഇയേഴ്സ് അല്ലേ. അതേപോലെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കാനുള്ള ആൾക്കാർ നേരത്തെ തന്നെ, ഇപ്പോൾ ഈ NCL സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ മേടിച്ച് വെക്കുക കേട്ടോ, ഒക്കെ ഡിലേ ആക്കരുത്. പിന്നെ എക്സ് സർവീസ്മെന്നുള്ള റിസർവേഷൻസ് അല്ലേ, ആ ബേസിക് ക്രൈറ്റീരിയ ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയുമാണ് ഏജ് ലിമിറ്റും അതിൻ്റെ അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും 500 ആണ് വരുന്നുണ്ടാവുക. ഇനി അതല്ല, ഈ SC ST അവർക്കൊക്കെ ആണെങ്കിൽ 250 മാത്രം അടച്ചാൽ മതി. ഓക്കെ, അതും ഈ 250 എന്ന് പറയുന്നത് എന്താണ്, റീഫണ്ടഡ് ആയിരിക്കും. ആപ്ലിക്കബിലിറ്റി ഉണ്ട്, അവരെന്ത് ചെയ്തിരിക്കണം, CBT ഫസ്റ്റ് ടയർ അറ്റൻഡ് ചെയ്തിരിക്കണം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം, എങ്കിൽ ഈ പറയുന്ന 250 എന്താണ്, റീഫണ്ടഡ് ആണ്. മനസ്സിലായാലോ. ഇനി ഇവർക്കാണെങ്കിൽ 500 എത്ര റീഫണ്ട് ചെയ്യും, 400 റീഫണ്ട് ചെയ്യും, അതോടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി സെക്ഷൻ വൈസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് മാർക്സ്, അതായത് CBT 1ൻ്റെ കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ, CBT 1ൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് നമുക്ക് അതും കൂടെ നോക്കാം. മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്ന രീതിയിൽ 30 മാർക്സ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്സ് ഉണ്ട്. പിന്നീട് ജനറൽ അവയർനെസ് വരുന്നുണ്ട്, അവിടെ 15 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 50 മാർക്സാണ് വരുന്നത്, ശ്രദ്ധിച്ചോണം. പിന്നെ ജനറൽ സയൻസ്, ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു 30 മാർക്ക് വരുന്നുണ്ട്. ജനറൽ സയൻസിന് 30 മാർക്ക് വരുന്നുണ്ട്. പിന്നെ
ഈ സെക്ഷന് ഓരോന്നും എത്ര വെച്ചിട്ടാണ് വരുന്നത് 30 മാർക്ക്, 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ വരുന്നത് 100 മാർക്ക് അല്ലേ. ടോട്ടൽ ടൈം എത്രയായിരിക്കും? 90 മിനിറ്റ്സ് ആയിരിക്കും. പിന്നീട് ഈ പറയുന്ന പോലെ എന്താണ്, ഒരു 1/3 ഒരു പെനാൽറ്റി ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ എക്സാമിനും ഉള്ള പോലെ തന്നെ എന്താണ്, ഒരു 1/3 എന്ന് പറയുന്നത് പെനാൽറ്റി ആയിട്ട് ഉണ്ടായിരിക്കും അല്ലേ. ഇനി നമുക്ക് നേരെ CBT 2ലേക്ക് പോവാം അല്ലേ. CBT 2ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട്സുകളും നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ. അപ്പോൾ അതവിടെ എടുത്ത് പറയുന്നുണ്ട്, കണ്ടല്ലോ, ടെക്നിക്കൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ജനറൽ അവയർനെസ് നോക്കി കഴിഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അവിടെയും എത്രയാണ് മാർക്ക്? സെയിം തന്നെയാണ്, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച്. ഇപ്പോൾ SSCക്ക് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്, ഇവിടെ ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് അല്ലേ. അപ്പോൾ ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്സ്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എടുത്ത് പറയുന്നുണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ ഇവിടെ ഇവിടെ ജനറൽ സയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക് വരുന്നുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇത് എവിടെ ഇല്ലായിരുന്നു? CBT 1 ഇല്ലായിരുന്നു. പക്ഷേ CBT 2ലേക്ക് വരുന്ന സമയത്ത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അവിടെ 10 മാർക്ക് വരുന്നുണ്ട്. 10 മാർക്ക് 10 ക്വസ്റ്റ്യൻ. പിന്നെ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അവിടെ ഒരു 10 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, 10 മാർക്സ് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെയാണ് ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ എബിലിറ്റീസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ടെക്നിക്കൽ എബിലിറ്റീസിന് എത്ര വരുന്നുണ്ട്? ഒരു 100 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ടെക്നിക്കൽ എബിലിറ്റീസ് എത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ട്? ഒരു 100 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം എത്ര? ഒരു 150 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഔട്ട് ഓഫ് 150ലാണ് വരുന്നത്. ഇനി സമയമാണെങ്കിലോ CBT 1 90 മിനിറ്റ്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 120 മിനിറ്റ്സ്, 2 മണിക്കൂർ. അപ്പോൾ CBT 1 1.5 മണിക്കൂർ, CBT 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 മണിക്കൂർ, 2 hours, അല്ലെങ്കിൽ 120 മിനിറ്റ്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കണം. ഇനി ഇവിടെയും മാറ്റമൊന്നുമില്ല, എന്താണ്? 1/3 തന്നെയാണ് ഒരു പെനാൽറ്റി ആയിട്ട് വരുന്നത് അല്ലെ. ഒരു നെഗറ്റീവ് മാർക്കിങ്ങിന് ഒരു 1/3 തന്നെയാണ് പെനാൽറ്റി ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്ത് വെച്ചോണം? നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ. ഇനി ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഓൾറെഡി നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇതിനകത്തുള്ള ആൾക്കാർക്കാണ്, ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. എന്താ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ്, അതേപോലെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പിന്നെ മെഷീൻ, പിന്നെ ടൂൾസ് ആൻഡ് മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ്. അപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻസിൽ ഇത് കയറി വരികയാണെങ്കിൽ അതും അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കലുകാരാണെങ്കിലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും, പിന്നെ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ വേറെ എന്തെങ്കിലും സബ്സ്ട്രീംസ് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരുന്ന സമയത്ത് എന്താ? ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പിന്നീട് എന്താ? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, IT, കോമ്പിനേഷൻ ഓഫ് സബ്സ്ട്രീംസ്, ഇതിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻസ് വരികയാണെങ്കിൽ അതും വരുന്നുണ്ട്. ഇനി സിവിലുകാരാണെങ്കിലോ സിവിലുകാരാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പിന്നെ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, പിന്നെ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് 3 years ഡ്യൂറേഷൻ അല്ല, 3 years ഡ്യൂറേഷനുള്ള BSc ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എക്സാം ഡേറ്റ് വന്നു, സിലബസ് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. പിന്നെ പാറ്റേൺ നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താ? കൃത്യമായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ACB അക്കാഡമിയിൽ ഒരു RRBൻ്റെ ബാച്ച് സ്റ്റാർട്ടിംഗ് ആണ്, ലോഞ്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു PYQs അനലൈസ് ചെയ്ത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് റീസെൻറ്റ് പാറ്റേൺ അല്ലേ. ഇപ്പം റെയിൽവേൻ്റെ ഒക്കെ ഗ്രൂപ്പ് D എക്സാം ഒക്കെ നമുക്ക് കഴിഞ്ഞല്ലോ അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് എങ്ങനെയായിരിക്കാം ഇനി വരുന്ന അപ്കമിങ് റെയിൽവേ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചർ അല്ലേ, അതൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എൻക്വയറി നടത്തിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അഡ്മിഷൻസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഡേറ്റ് മറന്നു പോരുത്. ഓക്കെ. അപ്പോൾ ഓണമൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മറന്നു പോരുത്. മറക്കാതെ തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ. താങ്ക് യു.